ശരിക്കും ഇപ്പോഴത്തെ കാലത്തിന് പറ്റിയതാണോ ഹോമിയോപ്പതി? ഇപ്പോഴത്തെ കാലം എന്താണ്? ആർക്കും ക്ഷമയില്ല. എല്ലാം വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് നടക്കണം. പുറമോടികൾ, പ്രഹസനങ്ങളാണ് എല്ലാം. ഈ കാലത്ത് ഹോമിയോപ്പതിക്ക് എന്ത് പ്രസക്തി? ഇന്ന് ലോക ഹോമിയോപ്പതി ദിനമാണ്. ഏപ്രിൽ 10. 1755 ഏപ്രിൽ 10 ജർമ്മൻ ഡോക്ടറായ ക്രിസ്റ്റ്യൻ ഫ്രെഡറിക് സാമുവൽ ഹാനമാൻ ജനിച്ചത്. അദ്ദേഹം കണ്ടുപിടിച്ച ഈ മഹത്തായ വൈദ്യശാസ്ത്രത്തിന് കാലത്തിൻ്റെ ഈ കടമകൾ കടക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള രണ്ടാമത്തെ വൈദ്യശാസ്ത്രം ഹോമിയോപ്പതിയാണ്. നിങ്ങൾക്ക് പെട്ടെന്നൊരു മുട്ടുവേദന ഉണ്ടായെന്ന് വെച്ചോളൂ. നിങ്ങൾ പെട്ടെന്ന് എന്താ ചെയ്യുക? ഒന്നുകിൽ ഒരു പെയിൻ കില്ലർ കഴിക്കും, അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അതിശക്തമായ വേദനയാണെങ്കിൽ. പക്ഷേ ഹോമിയോപ്പതി എന്താണ് ചെയ്യുന്നത്? ഒരു ഹോമിയോ ഡോക്ടർ അത് എന്തുകൊണ്ടാണ് ആ മുട്ടുവേദന ഉണ്ടായത് എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് അതിന് അനുസൃതമായ ഹോമിയോപ്പതി മരുന്നുകൾ നൽകി ആ മുട്ടുവേദന പൂർണ്ണമായി ഭേദപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവിടെ അക്ഷമ കാട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെ എന്താണോ പ്രോബ്ലം അത് തന്നെയാണ് ചികിത്സിച്ച് ഭേദമാക്കേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു പനിയുണ്ടായി, അപ്പോൾ ഹോമിയോ മരുന്ന് കഴിച്ച് പെട്ടെന്ന് തന്നെ ആ പനി മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ പെട്ടെന്ന് തന്നെയാണ് മാറേണ്ടത്. പ്രത്യേകിച്ച് പ്രഹസനങ്ങളോ മേക്ക് ബിലീഫോ ഒന്നുമില്ലാതെ വളരെ ജെന്റിലായി ആക്ട് ചെയ്ത് അസുഖം മാറ്റുന്ന ഒരു സിസ്റ്റമാണ് ഹോമിയോപ്പതി. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മുടെ ഈ ജനറേഷനിലെ ചില ചിന്തകളാണ് പ്രശ്നക്കാരൻ. നമ്മുടെ ശരീരത്തിന് ഒരു മെക്കാനിസമുണ്ട്. ആ മെക്കാനിസത്തിന് അനുസൃതമായിട്ടാണ് ഹോമിയോപ്പതി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹോമിയോപ്പതി ഫാസ്റ്റാണ്, ജെന്റിലാണ്, പെർമനൻ്റ് ആണ്.